ഒരു 1.5 കിലോ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കത് വറുത്തതിന് ശേഷം നമ്മൾ കറി വയ്ക്കുന്നത് വളരെ ടേസ്റ്റിയാണ് അങ്ങനെ കറി വയ്ക്കുമ്പോൾ. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനെ മാറിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി, ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, വേപ്പില അത് ചതച്ചത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മണിക്കൂറൊക്കെ നമ്മൾ വെക്കണം. പക്ഷെ എനിക്ക് സമയമില്ലാത്ത കാരണം ഞാനൊരു 3/4 മണിക്കൂർ വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് നന്നായി ഇളക്കി നമുക്ക് യോജിപ്പിച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1 മണിക്കൂർ, 2 മണിക്കൂർ, അല്ലെങ്കിൽ തലേദിവസം മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒക്കെ ചെയ്യാം. അതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി പിടിച്ചോളും. ഇപ്പോൾ ഞാൻ 3/4 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. അതിന് ശേഷം ചട്ടി വെച്ച് 4 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ ഇത് വറുക്കാൻ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒന്ന് വറുത്തെടുക്കാന്ന് പറഞ്ഞാൽ ഒരു 3/4 ഭാഗം വറുത്തെടുക്കുക, അത്രയും വേണ്ടു. അപ്പോൾ നമുക്ക് വറുത്ത് കോരാം. ഇനി അങ്ങനെ ഓരോ സ്റ്റെപ്പ് നമ്മൾ ഇട്ട് കൊടുത്ത് ഒരു 3 സ്റ്റെപ്പ് എനിക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാ കറി വെച്ച് കഴിക്കുന്നതിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോഴൊക്കെ വറുത്ത ചിക്കനാണ് ഇഷ്ടം. അപ്പോൾ വറുത്തത് മാത്രമാകുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കൂട്ടി കഴിപ്പോൾ എനിക്ക് പുട്ടാണ്. അപ്പോൾ അതിലേക്ക് ഒരു ചാറ് കുറച്ചൊരു ഇത് വേണമല്ലോ. അപ്പോൾ അങ്ങനെയും കൂടി ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കറി വെച്ചാൽ ഇത് രണ്ടും നടക്കും. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു 3 സ്റ്റെപ്പ് വറുത്തെടുക്കാം. കുറേ നേരമൊന്നും വേണമെന്നില്ല. നമുക്ക് വെറുതെ നമുക്ക് തോന്നുകയാണ്. നമ്മളല്ലെങ്കിലും മാരിനേറ്റ് ഇതൊക്കെ വെക്കണതല്ലേ. ഇനി ഒരു വറുത്തെടുക്കണ ഒരു ഇത് മാത്രമേ ഉള്ളൂ അതിൽ. പക്ഷേ അതിന് അതിൻ്റേതായൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇനി ബാക്കി കറികളൊക്കെ ഉണ്ടാക്കുന്നത്. വറുത്ത് കോരിയ ചിക്കനാണിത്. അപ്പോൾ അതിലേക്ക് ഞാൻ സബോള ഇട്ട് കൊടുക്കുകയാണ് ആ വെളിച്ചെണ്ണയിലേക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സബോള വേഗം ആയി കിട്ടാനും. നമ്മൾ ചിക്കനിലേക്ക് വറക്കുമ്പോൾ ഉപ്പിട്ടെന്നുള്ള ഈ കറിയിലേക്ക് ഉപ്പില്ലല്ലോ. അപ്പോൾ ഞാൻ അതും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതിന് വേണ്ടി ഞാൻ 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സബോള ആയി വന്നപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, വേപ്പില ഒക്കെ കൂടി ചതച്ചതാണത്. അപ്പോൾ ഒരു 4 പച്ചമുളക് ഞാൻ എടുത്തായിരുന്നു. അപ്പോൾ അതിലത്തെ പകുതിയാണ് ഇപ്പോൾ നമ്മൾ ഒരു 2 ടീസ്പൂണാണ് അതിലേക്ക് എടുത്തത്. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം പോണ വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. 1.5 സ്പൂണ് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല 1 സ്പൂണ്, പെരുംജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു സാജീരകം ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അത് ഈ ചിക്കൻ കറിയിലേക്ക് നല്ലതാണ്, സാജീരകം എണ്ണ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. അതൊരു 3 തക്കാളിയാണ് ഞാൻ പേസ്റ്റാക്കി എടുത്തത്. നല്ല പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ. അത് നന്നായി അതിൻ്റെ പച്ചമണം പോണ വരെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ പാകമാണെന്ന് ഇപ്പം നോക്കണം കേട്ടോ. അത് പേസ്റ്റാക്കി എടുക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചാറിന് ഒരു കുറുതായി വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു അര മുറി ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു അര മുറി ഒഴിച്ചായിരുന്നു ചിക്കനൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ചാറായി. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ വല്ലാണ്ട് മുരിച്ചെടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞത്. ഞാനൊരു 15 മിനിറ്റ് ഇത് ഈ ഗ്രേവിയിലിട്ടിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയോളൂ. നല്ല ടേസ്റ്റാണ് ഈ കറി, ആർക്കും ഇഷ്ടപ്പെടും. ടേസ്റ്റായ കറിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ ചെറുതീയിൽ അടച്ച് വെക്കണം. അതിന് ശേഷം നമ്മൾ എടുത്തിട്ട് മല്ലിയില, പുതിയനില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ആഹാ, വളരെ ടേസ്റ്റിയായ ചിക്കൻ കറി റെഡിയാണ്. ചിക്കൻ വറുത്ത് കറി വെച്ചാൽ അത് വളരെ ടേസ്റ്റ്. അപ്പോൾ ഞങ്ങൾക്കിന്ന് പുട്ടാണ്. അപ്പോൾ അപ്പൂനും എനിക്കും കൂടി ഞാൻ പുട്ടെടുത്ത് മാറ്റി വെച്ചേക്കാണ്. ഇതാണ് നമ്മുടെ ചിക്കൻ കറി. പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.